അങ്ങനെ രാജ്യം കണ്ട മറ്റൊരു വലിയ പ്രതിഷേധം കുട്ടികളുടെ സമരം വിജയിച്ചിരിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്രമക്കേടുകളെയും തുടർന്ന് രാജ്യവ്യാപകമായി ഉണ്ടായ കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ആർക്കു മുന്നിലും തലകുനിച്ചില്ലെങ്കിൽ ആരുടെയും രാജി ചോദിച്ചു വാങ്ങാമെന്നതിന്റെ തെളിവാണ് ഈ രാജി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ ആദ്യ പ്രതികരണം പുറത്തിറക്കിയിരിക്കുന്നു. രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ CJPയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതിനുവേണ്ടിയായിരുന്നു അവർ ഇത്രയും നാൾ കഠിനമായി തന്നെ ഈ ഒരു പ്രയത്നം മുന്നോട്ട് വച്ചതും. CJPയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വന്ന കുറിപ്പ് തന്നെ പാറ്റകൾ വിജയിച്ചുവെന്നും ജനാധിപത്യം വിജയിച്ചുവെന്നും ജയ് ഹിന്ദ് എന്നുമാണ്. വിജയാഘോഷത്തിന്റെ വാർത്തകൾ പുറത്തു വന്ന ഉടനെ തന്നെ അവർ ജനഗണമന പാടി അവരുടെ ഭാരതത്തിനു വേണ്ടി കൂടെ നിന്നു. അവരുടെ രാജ്യം എന്നും സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയാണെന്നും അല്ലാതെ ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല എന്നും ഇത്തരത്തിൽ അഴിമതി കാണിച്ചല്ല എന്നും അവർ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അവരെ രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുറ്റപ്പെടുത്തപ്പോൾ അവർ ജയിച്ച ഉടനെ ജനഗണമന പാടി അവർ ആഘോഷിച്ചു. അവരുടെ സത്യം അവർ നിലവിൽ കൊണ്ടുവന്നു. അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിലൂടെ തന്നെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നും ഈ സർക്കാരിന് മുന്നിൽ തലകുനിക്കാതിരുന്നാൽ ആരുടെയൊക്കെ രാജി വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമെന്നും തന്നെ പറയുന്നുണ്ട്. അതിന്റെ തെളിവാണിതെന്നും ജനാധിപത്യത്തിൽ ആരും ഭയപ്പെടേണ്ടതില്ലെന്നും പറയുന്നു അഭിജിത് ദീപ്കെ എന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എല്ലാം. എങ്കിലും സർക്കാരിന് മുന്നിൽ മറ്റു രണ്ട് പ്രധാന ആവശ്യങ്ങൾ കൂടി CJP സ്ഥാപകൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞങ്ങൾ വെറുതെ പിന്മാറില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ആ കുടുംബങ്ങൾക്ക് ലഭിച്ചേ തീരൂ. കൂടാതെ ജൂലൈ 20 പ്രതിഷേധക്കാരെ നേരെ നടത്തിയ ആക്രമണം കാണിച്ച് പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ അന്ന് അറസ്റ്റ് ചെയ്ത പലരെയും അവിടെ വിട്ട് അയക്കണമെന്നും അവരൊക്കെ വിദ്യാർത്ഥികളാണെന്നും അവർ ഇതിനു വേണ്ടിയാണ് വന്നതെന്നും ഇത് സമരത്തിന്റെ അനുകൂലമായി നടന്ന സാഹചര്യത്തിൽ ഉണ്ടായതാണെന്നും പോലീസുകാരുടെ ആക്രമണം കൂടി ആയപ്പോഴാണ് വിദ്യാർത്ഥികൾ അത്തരത്തിൽ പ്രതികരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവരെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യവും കുറെ ദിവസം മുന്നേ പുറത്തുവച്ചത് അല്ലെങ്കിൽ മുന്നിലേക്ക് വച്ചത് തന്നെ വീണ്ടും അവർ ആഞ്ഞടിക്കുകയും അതെടുത്ത് പുറത്തുവയ്ക്കുകയും വീണ്ടും അത് ആവശ്യപ്പെടുകയും ചെയ്തു. അതില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നും അവർ അംഗീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇതോടെ തന്നെയാണ് CJPയുടെ ഏറ്റവും വലിയ വിജയം ഇവിടെ കാണുന്നത്.